നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. അയൽവാസിയെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ചയാൾ അറസ്റ്റിൽ. ചാവക്കാട് തെക്കേ മദ്രസ ബീച്ചിൽ താമസിക്കുന്ന ചങ്ങാശ്ശേരി സുലൈമാൻ മകൻ മുത്തു എന്ന് വിളിക്കുന്ന 40 വയസ്സുള്ള മുസ്തഫയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പെലക്കാട്ടിൽ കമറുദ്ദീൻ മകൻ 44 വയസ്സുള്ള മുസ്തഫയ്ക്കാണ് പരിക്കേറ്റത്. വീട്ടുപറമ്പിൽ തെങ്ങിൻ തൈ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സംഭവത്തിനു ശേഷം പ്രതി പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിയുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ചൊവ്വന്നൂർ പന്തല്ലൂരിൽ ഭാര്യയെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പന്തല്ലൂർ സ്വദേശി 38 വയസ്സുള്ള വിനീഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഭാര്യ സിനി, മക്കളായ 14 വയസ്സുള്ള അദ്വൈത്, 9 വയസ്സുള്ള ആഘോഷ് എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. ഓഗസ്റ്റ് 1-ാം തീയതി രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ പ്രതി വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് സിനിയെയും മക്കളെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിട്ട ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ നഗരസഭ 27-ാം വാർഡിൽ കിഴക്കേനടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ശ്രീജ ഇൻ ലോഡ്ജിലെ സെപ്റ്റിക് മാലിന്യമാണ് കാനയിലേക്ക് തള്ളിയതായി പരാതി. ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റാണ് സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച ശേഷം കാനയിലേക്ക് ഒഴുക്കിയത് എന്നാണ് ആരോപണം. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ BJP പ്രവർത്തകർ മലിനജലം ഒഴുക്കുന്നത് തടഞ്ഞു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗവും ടെമ്പിൾ പോലീസും സ്ഥലത്തെത്തി. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു. യാതൊരുവിധ ആരോഗ്യ മുൻകരുതലും സ്വീകരിക്കാതെയാണ് സമീപത്തുള്ള കാനയിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടത്. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. CPM ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് പണം വാങ്ങിച്ച് സെപ്റ്റിക് മാലിന്യം പൊതു കാനയിലേക്ക് ഒഴുക്കിവിട്ടതെന്നും വൻ അഴിമതിയാണെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു. ഒരു പ്ലാസ്റ്റിക് ബാഗിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടായാൽ ഫൈൻ ഈടാക്കുന്ന ഗുരുവായൂർ നഗരസഭയിലെ ഏമാന്മാർക്ക് ഇത്രയും വല്ല ശുചിത്വ മാലിന്യം, ശുചിത്വ നഗരം എന്നൊക്കെ പറയുന്ന ഗുരുവായൂർ നഗരസഭയില് സെപ്റ്റിക് മാലിന്യം പൊതുകാനയിലേക്ക് ഒഴുക്കി വിട്ടിട്ടും മണിക്കൂർ ഒന്നാവാറായിട്ടും തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇവിടെ ഭരിക്കുന്നത് CPM. ഇതിന് പിന്നിൽ CPM ആണ്. ഗുരുവായൂരത്തെ CPMകാർക്ക് കിമ്പളം കൊടുത്തുകൊണ്ട് വ്യക്തമായിട്ട് BJP പറയാ ഇതിന്റെ പിന്നിൽ അഴിമതിയാ. ഇതാരും അറിയാതെ നടത്തുന്നല്ല. ഇവിടുത്തെ CPM അതുപോലെ തന്നെ ഇവിടെ അവകാശപ്പെടുന്നത് ചാവക്കാട് നഗരസഭയിലെ വാഹനം എന്നാണ്. ഇത് അന്വേഷിക്കണം. ചാവക്കാട് നഗരസഭയിലെ വാഹനം വന്നിട്ട് ഇവിടുത്തെ സെപ്റ്റിക് മാലിന്യം എടുത്ത് എങ്ങനെയാണ് ഗുരുവായൂർ നഗരസഭയിലെ കാനയിലേക്ക് തുറന്നുവിടുക? കാനയിലേക്ക് മാലിന്യം ഒഴുക്കിയ വാഹനത്തിന് PCB സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്നും ഈ യൂണിറ്റ് കൃത്യതയോടെയാണോ പ്രവർത്തിക്കുന്നതെന്നും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് 27-ാം വാർഡ് കൌൺസിലർ VK സുജിത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പോലീസിന്റെയും നാട്ടുകാരുടെയും അവസരോചിതമായ ഇടപെടലിൽ യുവാവിനെ രക്ഷപ്പെടുത്തി. അക്കിക്കാവ് സ്വദേശി മുത്തുവാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇയാളുടെ ഭാര്യ 1 മാസം മുമ്പ് ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു. ലഹരിക്കടിമയായ മുത്തുവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഭാര്യ മറ്റൊരാൾക്കൊപ്പം പോയത്. ഭാര്യയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുത്തു നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് പാലാരിവട്ടത്തിൽ നിന്നും ഭാര്യയെ കണ്ടെത്തി കുന്നംകുളം സ്റ്റേഷനിലെത്തിച്ചു. ഭാര്യയെ തന്നോടൊപ്പം അയക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും മുത്തുവിനൊപ്പം പോകാൻ ഭാര്യ തയ്യാറല്ലെന്നറിയിച്ചു. ഇതോടെ പ്രകോപിതനായ മുത്തു ഉടുമുണ്ടഴിച്ച് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തൂങ്ങുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ പൊതുപ്രവർത്തകരും പോലീസും ചേർന്ന് കെട്ടഴിച്ച് പോലീസ് ജീപ്പിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. റീജിയണൽ അക്കാദമി ഓൺ യുണൈറ്റഡ് നേഷൻസ് റിസർച്ച് ഫെലോഷിപ്പിന് എരുമപ്പെട്ടി സ്വദേശിനി ദേവാംഗന സുജയ് അർഹയായി. ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ ഇന്ത്യക്കാരിയായിരിക്കുകയാണ് ദേവാംഗന. എരുമപ്പെട്ടിയിലെ പ്രശസ്ത ഡോക്ടറായിരുന്ന സിദ്ധാർത്ഥന്റെ മകൻ ഡോക്ടർ സുജയുടെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ റിനിയുടെയും മകളാണ് ദേവാംഗന. യുഎന്റെ വിവിധ പദ്ധതികളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന
സൈബർ ക്രൈം വിഭാഗത്തിലേക്കാണ് റീജിയണൽ അക്കാദമി ഓൺ യുണൈറ്റഡ് നേഷൻസ് ദേവാംഗനയെ തെരഞ്ഞെടുത്തത്. എല്ലാ വർഷവും 25 മുതൽ 40 വരെ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കാറുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുട്ടികളെ പ്രോജക്റ്റിൽ സാധാരണ അക്കാദമി സെലക്ട് ചെയ്യാറില്ല. ഇന്ത്യയിൽ നിന്നും ഇതിനു മുൻപ് 2 പേർക്ക് മാത്രമാണ് പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത്. 2023 ദേവാംഗന ഫെല്ലോഷിപ്പിന് അപേക്ഷിച്ചിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല. തുടർന്ന് 2024 വീണ്ടും ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ദേവാംഗനയെ തള്ളിക്കളയാൻ അക്കാദമിക്ക് കഴിഞ്ഞില്ല. യൂറോപ്യൻസിന് മാത്രമേ ഫെല്ലോഷിപ്പ് നൽകാറുള്ളൂവെന്നും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വളരെ പ്രയാസം നേരിടേണ്ടി വരുമെന്നും അവർ അറിയിച്ചെങ്കിലും തന്റെ തീരുമാനത്തിൽ ദേവാംഗന സുജയ് ഉറച്ചു നിൽക്കുകയായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് അക്കാദമിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതെന്നും ദേവാംഗന പറയുന്നു. ഇതിന്ന് പല പ്രോജക്റ്റുകളും അവരുണ്ടാക്കും. പല പിള്ളേരുടെ ഇൻട്രസ്റ്റ് വെച്ച് ഓരോന്നിലേക്കും അവർ അതിന് അലൈൻ ചെയ്യും. അപ്പോൾ ഇക്കൊല്ലം എൻ്റെ ഇൻട്രസ്റ്റും ഇക്കൊല്ലത്തെ അവരുടെ തീമും തമ്മിൽ മാച്ചായി. അങ്ങനെയാണ് ഇക്കൊല്ലം എനിക്ക് കിട്ടിയത്. എൻ്റെ ഇൻട്രസ്റ്റ് ഏരിയ സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം, ഡിജിറ്റൽ ഫോറൻസിക്സ്, ഡേറ്റ പ്രൈവസി. അതിൻ്റെ അകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് താല്പര്യമുണ്ടായി. ഞാൻ കാണിച്ചത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയലാണ്. അതിൻ്റെ മേലെ ഞാൻ പണിയെടുത്തതിന് മുന്നേ അപ്പോൾ അതെൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായി. എൻ്റെ ഇൻ്റർവ്യൂവിലും അതിനെപ്പറ്റി നന്നായി ചോദിച്ചിരുന്നു. അപ്പോൾ UN-ൻ്റെ ഈ ഒരു സ്പെഷ്യൽ പാർട്ട് ആസ് എ റിസർച്ച് ഫെല്ലോ ആണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം വിഭാഗത്തിലാണ് റിസർച്ച് നടത്തുന്നത്. സ്പെയിനിലെ ബാഴ്സലോണയിൽ ഒക്ടോബറിൽ ഫെല്ലോഷിപ്പ് ആരംഭിക്കും. ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് നടന്നില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അതായത് മുന്നോട്ട് വരാനുള്ള സക്സസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഇപ്പോൾ അവൾ ആദ്യത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. അവൾ രണ്ടാമത് ആദ്യം അപ്ലൈ ചെയ്തതിൻ്റെ ഇരട്ടി പ്രയത്നം എടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു. അപ്പോൾ അവർക്ക് ഇൻഫാക്ട് അവളെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞു, ഞങ്ങൾ യൂഷ്വലി ഇന്ത്യൻസിനോ അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള ആൾക്കാർക്ക് അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ പെർസ്യൂവൻസ്, അതായത് എന്താ പറയുക, അതിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള താല്പര്യം അത്ര കണ്ടുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ട്രൈ ചെയ്യുക, ട്രൈ അഗെയിൻ until we have a success. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവസാന വർഷ M.Tech വിദ്യാർത്ഥിനിയാണ് ദേവാംഗന. ഇതിനു പുറമെ ഡാറ്റ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ 3 മാസം ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂരിലുള്ള ഇന്റർപോളിന്റെ ഓഫീസിലും അമേരിക്കയിലെ ടെന്നസിലുള്ള വിമൺ ഇൻ സൈബർ സെക്യൂരിറ്റിയിലും പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിൽ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയവർ, മറ്റ് പഠന മേഖലകളിൽ റാങ്ക് നേടിയവർ, കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർ, അവാർഡ് ജേതാക്കൾ എന്നിവരെയാണ് അനുമോദിച്ചത്. ആർത്താറ്റ് അരമനയിൽ നടന്ന അനുമോദന സമ്മേളനം കേരള ഫിഷറീസ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും ഡീനുമായ പ്രൊഫസർ K. റിജി ജോൺ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഭദ്രാസന മെത്രോപൊലിത്ത ഫാദർ ഗീവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, നവവൈദികൻ ഫാദർ മെൽവിൻ മാത്യു എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാന സ്ഥാപകനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനിയോസിയോസ് രണ്ടാമൻ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ഓൺലൈൻ പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ നൽകി. സംഘടന ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജോസഫ് ജോസ് സ്വാഗതവും സെക്രട്ടറി അബിയ M. സാമുവൽ നന്ദിയും പറഞ്ഞു. പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്ന പഠനമുറികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ സാങ്കേതിക കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. ഓഗസ്റ്റ് 30 അവസാന തീയതി. 5000 പഠനമുറികൾ ഈ വർഷം നിർമ്മിക്കും. 5ാം ക്ലാസ് മുതലുള്ളവർക്കും കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും അപേക്ഷിക്കാം. 1 ലക്ഷം രൂപ വരെ കുടുംബ വരുമാനം ഉള്ളവർക്കും 800 ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണമുള്ള വീടുകളുള്ളവർക്കും ഗ്രാമസഭാ ലിസ്റ്റിൽ പേരില്ലാത്തവർക്കും അപേക്ഷിക്കാം. ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന വകുപ്പ് ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും പട്ടികജാതി ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. കടവലൂർ കുറ്റിപ്പുറം പാതയിൽ ഹൈവേ പോലീസ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. ജനങ്ങൾക്കിടയിൽ ട്രാഫിക് സുരക്ഷാ ബോധം വളർത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായാണ് ബോധവൽക്കരണവുമായി പോലീസ് രംഗത്തെത്തിയത്.
മഴക്കാലത്ത് വാഹനങ്ങളുടെ ഹെൽമറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നതും ലൈസൻസ്, ഇൻഷുറൻസ്, പുക ടെസ്റ്റ്, ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ കൈവശമുള്ളവർക്ക് പോലീസ് മിഠായികൾ നൽകി. അമിത വേഗത, ഇരുചക്ര വാഹനത്തിൽ കൂടുതൽ പേരുമായി പാതയിലൂടെ പോകുന്ന യാത്രികർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. ലൈറ്റുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചും പോലീസ് ബോധവൽക്കരണം നടത്തി. എടപ്പാൾ ഹെറാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ ബർലി, ആയിഷ അഫ്സാൻ, വിദ്യാർത്ഥികളായ സഫ, ഹുദ, റിൻഷിദ തുടങ്ങിയവരും ബോധവൽക്കരണത്തിൽ പങ്കാളികളായി. ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തുരൂർക്കാട്, ASI റഷീദ് പാറയ്ക്കൽ, CPOമാരായ MJ പ്രവീൺ കുമാർ, SR സുധീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തുടർ ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു. കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന അർണോസ് ഭവനം സംരക്ഷിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അർണോസ് പാതിരി ഭവനത്തിന്റെ മിനിയേച്ചർ രൂപം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോണിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാമ്പറമ്പിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP യേശുദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോൺ കള്ളിയത്ത്, സപ്ന രാമചന്ദ്രൻ, സാബു കുറ്റിക്കാട്ട്, നിതീഷ് ചന്ദ്രൻ, അനിൽ മാസ്റ്റർ, വിജിനി ഗോപി, ജോസ് ഒലക്കെങ്കിൽ, T സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യവും പഠന നിലവാരവും അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തുന്നതിന് ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വികസന സമിതി രൂപീകരിച്ചു. കലാകായിക രംഗത്ത് അക്കാദമിക് നിലവാരത്തിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 1957 ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ തിരികൊളുത്തിയ വിദ്യാലയത്തിന്റെ രജത ജൂബിലിയും സുവർണ ജൂബിലിയും ആഘോഷമായി നടത്തിയിരുന്നു. നാടിന്റെ വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിദ്യാലയത്തിന് ഓഡിറ്റോറിയം, സ്റ്റേജ്, ഗ്രൗണ്ട് നവീകരണം, 2018 മികച്ച ഭൗതിക സാഹചര്യവും ഒരുക്കാൻ വികസന സമിതിക്ക് സാധിച്ചു. 2027 സപ്തതി ആഘോഷിക്കുന്ന സ്കൂളിനെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്താനാണ് വികസന സമിതിയുടെ തീരുമാനം. വികസന സമിതി ചെയർമാനായി VK സുബ്രഹ്മണ്യൻ, MM അഹമ്മദുണ്ണി കൺവീനർ, രക്ഷാധികാരികളായി CV ബാലചന്ദ്രൻ, TP കുഞ്ഞുണ്ണി, TM കുഞ്ഞുകുട്ടൻ, PR കുഞ്ഞുണ്ണി, ഡോക്ടർ MB മുഹമ്മദ്, ഉമ്മർ മൗലി, ബാബു നാസർ, KC കുഞ്ഞൻ, ബാലൻ മാസ്റ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. PTA പ്രസിഡന്റ് PV രജീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ, TM കുഞ്ഞുകുട്ടൻ, CV ബാലചന്ദ്രൻ, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, VK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിലെ ദുർഗിൽ അന്യായമായി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജാമ്യം അനുവദിക്കാൻ 9 ദിവസങ്ങൾ വൈകിയതിൽ പ്രതിഷേധിച്ചും ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കെതിരെയും മുണ്ടൂർ ഇടവകയിൽ KCYM പ്രകടനം നടത്തി. ഇടവക സഹവികാരി ഫാദർ സാൽവിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. KCYM പ്രസിഡന്റ് ക്രിസ്റ്റോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. SH കോൺഗ്രിഗേഷൻ PRO സിസ്റ്റർ ആൻസി പോൾ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ആൻഡോ ഫ്രാൻസി, KCYM മുൻ സംസ്ഥാന സെനറ്റ് മെമ്പർ സിജോ MP, ഇടവക ട്രസ്റ്റി ബെന്നി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ അക്കിക്കാവ് സ്വദേശിനി ഇഷിക രഞ്ജീഷ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. എറണാകുളം കടവന്തറ റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നടന്ന പെൺകുട്ടികളുടെ 51 കിലോഗ്രാം വിഭാഗത്തിലാണ് ഇഷിക 3ാം സ്ഥാനം നേടിയത്. അക്കിക്കാവ് പാറോല രഞ്ജീഷ് സുജിത ദമ്പതികളുടെ മകളായ ഇഷിക ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇഷ പാർവതി, ഇഷാര രഞ്ജീഷ് എന്നിവർ സഹോദരിമാരാണ്. കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഇല്ലം നിറ ബുധനാഴ്ച നടക്കും. വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് ഇല്ലം നിറ. കതിർക്കറ്റകൾ ക്ഷേത്രസന്നിധിയിൽ സമർപ്പിച്ച് പൂജിച്ചതിനു ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യും. ഓഗസ്റ്റ് 2-നാണ് ക്ഷേത്രത്തിലെ പുത്തരി നിവേദ്യം നടത്തുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,330 രൂപ, പവന് 74,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 122 രൂപ. ചരമം: വേലൂർ നാരങ്ങവളപ്പിൽ ശാരദ നിര്യാതയായി. 83 വയസ്സായിരുന്നു. പരേതനായ ശങ്കരൻകുട്ടിയാണ് ഭർത്താവ്. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. മണികണ്ഠൻ, രതി, സീത, കമലം എന്നിവർ മക്കളാണ്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.